നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തായിരുന്നു നിത്യമായിട്ടൊരു ഗൂഢാലോചന? ഞങ്ങളെ കാശടിക്കുന്ന ഒരു മെഷീൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്തേലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം കേട്ടോ. നീ പറഞ്ഞാ ഞങ്ങളത് അനുസരിക്കും. അല്ലെങ്കിൽ ആ പൊന്നുമണിയോട് ചെയ്തത് നീ ഞങ്ങളോടും ചെയ്യില്ലേ? പൊന്നുമണിയോട് ചെയ്തു? ആര്? എന്ത്? ഓ, ഒന്നും അറിയാത്ത പോലെ. നീയല്ലേ ആ പൊന്നുമണി ശരവണനും തമ്മിലുള്ള കല്യാണം മുടക്കിയത്? ശരവണന്റെ ആദ്യ ഭാര്യയെ കണ്ടെത്തി അവിടെ എത്തിച്ചത് നീയല്ലേ? ഞാനോ? യെസ്, ഞാൻ തന്നെ. എനിക്കെതിരെ കളിക്കുന്നവർക്ക് ഇതാ സംഭവിക്കാൻ പോകുന്നത്. ഒളിച്ച അടുക്കും ഞാൻ. ഓ, അപ്പൊ ഞാനും അത് പ്രതീക്ഷിക്കണം. സംശയം എന്താ? പ്രതീക്ഷിക്കണം. നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ എല്ലാത്തിനും നീ പിന്മാറും. അല്ലെങ്കിലേ പൊന്നുമണിക്ക് സംഭവിച്ചത് നിനക്കും സംഭവിക്കും. കരയേണ്ടി വരും. കരഞ്ഞല്ലോ സിദ്ധുവായിട്ടുള്ള എന്റെ കല്യാണം മുടങ്ങിയ ദിവസം. അതൊരു തവണ. ഇനി അങ്ങനെ സംഭവിക്കും പല തവണ. അതിനുള്ള ശേഷിയൊക്കെ ഉണ്ടോ നിനക്ക്? അത് നമുക്ക് വഴിയേ കാണാം. എന്നാലേ ശരവണനുമായിട്ടുള്ള പൊന്നുമണിയുടെ കല്യാണം മുടക്കിയതില് എനിക്ക് സന്തോഷേ ഉള്ളൂ. പൊന്നുമണി രക്ഷപ്പെട്ടല്ലോ. അല്ലെങ്കിൽ ശരവണനെ പോലെ ഒരുത്തന്റെ കൂടെ ജീവിതകാലം മുഴുവൻ നരകിച്ചു കഴിയേണ്ടി വന്നേനെ. ഇപ്പൊ നിത്യം നരകിക്കാൻ പോകുന്ന പോലെ. നീ എന്തിനാ എപ്പോഴും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിത്യം നരയിക്കാനൊന്നും പോകുന്നില്ല. അവള് സന്തോഷത്തോടെ കഴിയും. കൂടെ നിന്നാ നിനക്കും ആ സന്തോഷം കിട്ടും. അയ്യോ, എനിക്ക് അത്രയും സന്തോഷം വേണ്ടായേ. ഉള്ള സന്തോഷം തന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന അറിയാൻ പറ്റാത്തൊരവസ്ഥയില്ല ഞാനിപ്പോ. എടി, എനിക്ക് എന്താടി ഒരു കുറവ്? നിന്റെ സുധിയെക്കാളും സിദ്ധുവിനെക്കാളും ഒക്കെ മിടുക്കനല്ലേ ഞാൻ? അത് പിന്നെ പറയാനുണ്ടോ? നിങ്ങളോളം മിടുക്കനായ ഒരാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം, പളുങ്ക് പോലത്തെ സ്വഭാവം. ഹോ, ഇങ്ങനൊരാളെ എവിടെ കിട്ടും? നമുക്ക് കാണാട്ടോ. ഇതിലും നല്ലൊരവസ്ഥയില് വൈകാതെ തന്നെ നമുക്ക് കാണാം. ഇടയ്ക്ക് ഒരു കമ്പി ഉണ്ടായിരിക്കുമെന്ന് മാത്രം. അത് സാരമില്ല. സംസാരിക്കാനുള്ളത് നമുക്ക് കമ്പിക്കിടയിലൂടെ സംസാരിക്കാമല്ലോ. വരട്ടെ. ഒന്ന് നിന്നേ. എന്താ അവിടെ ശരത്തുമായിട്ട്? നീ എന്തിനാ എപ്പോഴും അവന്റെ പുറകെ നടക്കുന്നേ? ഇനിയെങ്കിലും അവനെ ഒന്ന് വെറുതെ വിട്ടൂടെ? ഞാനല്ല അമ്മേ, അവനെ എന്റെ പുറകെ നടക്കുന്നത്. ദേ, അനാവശ്യം പറയരുത്. ശരത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മുഴുവൻ സമയവും നിത്യം മനസ്സിലെ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്നവനാ ശരത്ത്. അമ്മയ്ക്ക് ശരത്തിനെ പറ്റി ഒന്നും അറിയില്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിന്നീന്നറിയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലെങ്കിലും നാട്ടുകാർ പറഞ്ഞ് അടുത്തന്നെ അമ്മ അറിയും. അങ്ങനെ അറിയിക്കാനേ നിനക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്നറിയാം. അതൊന്നും പക്ഷെ നടക്കാൻ പോകുന്നില്ല. അമ്മയോട് തർക്കിക്കാൻ ഞാനില്ല. തർക്കിക്കും തോറും അമ്മയ്ക്ക് അവനോടുള്ള സ്നേഹം കൂടിക്കൂടിയാ വരുന്നത്. എന്തിനാ ഞാനായിട്ട് വെറുതെ അതിന് കാരണക്കാരിയാവുന്ന? അവനെ എന്റെ മരുമകനാകാൻ പോകുന്നവനാ. ഞാൻ അവനെ സ്നേഹിക്കും. അത് ഒരമ്മയുടെ കടമയാ. മകൾക്ക് കൊള്ളാവുന്ന ഒരുത്തനെ കണ്ടെത്തി കൊടുക്കുന്നതാ ശരിക്കുള്ള അമ്മയുടെ കടമ. അതിലമ്മ ഒരു പരാജയ. നിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ വീട്ടിൽ ആരും നന്നാവുന്നത് നിനക്കിഷ്ടമല്ല. നിത്യയ്ക്ക് ഒരിക്കലും ഒരു കുടുംബജീവിതം ഉണ്ടാവരുതെന്നാ നിന്റെ മനസ്സിൽ. അതുകൊണ്ടാ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ശരത്തിന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുന്നത്. എടി, ഇതൊരു കല്യാണ വീടാ. ഇനിയെങ്കിലും അത് മനസ്സിലാക്കി ഒന്ന് പെരുമാറാൻ നോക്ക്. കല്യാണ വീട് ഒരു മരണ വീട് പോലെ ആവാതിരിക്കാനമ്മേ ഞാൻ ഈ കിടന്ന് ഓടുന്നേ. നിത്യയ്ക്ക് കുടുംബജീവിതം ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ അമ്മ പറഞ്ഞത്? അതാണോ ശരി? അതോ അവൾക്കൊരിക്കലും സങ്കടം ഉണ്ടാവാതിരിക്കാൻ നോക്കുന്നു എന്ന് പറയുന്നതാണോ ശരി? വൈകാതെ അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മയ്ക്ക് കുറച്ചധികം തെറ്റിദ്ധാരണകളുണ്ട്. അതിന്റെ കാരണം ആ ശരത്ത. അതറിയാവുന്നതുകൊണ്ട് എനിക്ക് അമ്മയോട് ഒരു ദേഷ്യമില്ല. എല്ലാം തെളിയിക്കേണ്ടത് കാലമാണ്. കാലം അത് തെളിയിക്കും.
അന്ന് ഞാൻ ആരാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. ശരിക്കും ഒന്ന് ആഘോഷിക്കേണ്ട ദിവസം കണ്ടോ ശരവണിട്ട് പണി കിട്ടിയത്. അവനെന്താ കരുതിയത് നമ്മുടെ കാശ് മോഷ്ടിച്ച് പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കാവുന്നോ? ഇത് നാളെ ആർക്കും വരാവുന്നതാ, നിനക്കും വരാം. അതിനെനിക്ക് വേറെ ഭാര്യയും കുട്ടികളൊന്നും ഇല്ലല്ലോ അമ്മേ. കാരണം അതല്ലല്ലോ, കല്യാണം മുടങ്ങിയതല്ലേ നമ്മൾ നോക്കേണ്ടത്. എന്റെ കല്യാണം ഒന്നും മുടങ്ങില്ലമ്മേ, അത് നിശ്ചയിച്ച പോലെ തന്നെ നടക്കും. എങ്കിൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലും ശരവണ് ചേരുന്ന പെണ്ണയല്ല പൊന്നുമണി. എന്നിട്ടും എന്തുകൊണ്ട് അവള് മനസ്സിലാക്കിയില്ലെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, പൊന്നുമണിക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. രക്ഷപ്പെടാൻ കിട്ടിയ ഒരു അവസരമാണല്ലോ നഷ്ടപ്പെട്ടത്. ഇത് പറയാനാണോ നീ എന്നെ വിളിപ്പിച്ചത്? ഈ ഇടയായിട്ട് മറ്റുള്ളവരുടെ വിശേഷം അറിയാൻ എനിക്കൊരു താല്പര്യം തോന്നാറില്ല, പ്രത്യേകിച്ച് കുറ്റങ്ങൾ. നമ്മുടെ കാര്യം വല്ലതും പറയാനുണ്ടോ? എങ്കിൽ അത് പറ. കല്യാണത്തിന് 2 ദിവസമേ ഉള്ളെന്നറിയാമല്ലോ. എങ്ങനെ മുടക്കുമെന്നുള്ള വാശിയില്ല ദേവിക. കൂടെ അവനുണ്ട് സിദ്ധു. കെട്ടൊന്ന് കഴിയാൻ കാത്തു നിൽക്കുവാ ഞാൻ. സിദ്ധുവിനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും വാശി വൈരാഗ്യമൊന്നും പോയിട്ടില്ല അല്ലേ? പിന്നെ നീയൊക്കെ എങ്ങനെയാ നന്നാവുന്നേ? നമ്മളെ ഉപദ്രവിക്കുന്ന കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ അമ്മ പറയുന്നത്? അമ്മ എത്രയും വേഗം ആ വീട്ടിലേക്ക് വരണം. ഏത് വീട്ടിലേക്ക്? എന്റെ വീട്ടില്. നിന്റെ വീടോ? എന്ന് വെച്ചാ നിത്യയുടെ വീട്ടില്. ഓ, ദേവികയുടെ വീടെന്ന് പറ. ആ, ദേവികയുടെ വീടെങ്കിൽ ദേവിക വീട്. അമ്മ എവിടെ ഉണ്ടെങ്കിൽ അതെനിക്കൊരു ധൈര്യം. നാണക്കേടാ നീ ചിന്തിച്ചു കൂട്ടുന്ന മുഴുവൻ. എടാ, എവിടെയെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ കല്യാണത്തിനിറങ്ങുന്ന പതിവുണ്ടോ? ഞാനിപ്പോ അതൊന്നും നോക്കുന്നില്ല. എങ്ങനെയെങ്കിലും കല്യാണം നടക്കണം. അമ്മ എതിരൊന്നും പറയരുത്. അമ്മ വരണം. ശരി, നിന്നെ പ്രസവിച്ചു പോയില്ലേ, പറയുന്നത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ശരവണ്ണ് പറ്റിയത് എനിക്ക് പറ്റരുത്. അതിനാണമ്മേ ഞാൻ ഈ മുൻകരുതലൊക്കെ എടുക്കുന്നത്. ഇപ്പൊ സമയം എത്രയാണെന്നറിയാലോ. ഞാൻ നിനക്ക് അനുഭവിച്ചിരുന്ന സമയം തീർന്നു. എവിടെ അവൻ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരും. എപ്പോ? എനിക്കെങ്ങനെ അറിയാം? ദേ, എന്നെ മണ്ടനാക്കാൻ നോക്കിയാലുണ്ടല്ലോ. വിളിക്കണേ അവനെ. സിദ്ധേട്ടാ പ്ലീസ്, വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം. ഒന്നുകിൽ എന്റെ മുൻപിൽ വെച്ച് നീ അവനെ വിളിക്കും, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടും. ഞാൻ ഇറങ്ങാൻ തയ്യാറല്ലെങ്കിലോ? പിടിച്ച് ഞാൻ ഇറക്കും. ഈ നാട്ടിലെ നിയമവും പോലീസൊക്കെ ഉണ്ട്, അങ്ങനെ പിടിച്ചിറക്കാനൊന്നും പറ്റില്ല. നിനക്ക് കാണണോ?